റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ. നിയമം 17. മറ്റുള്ളവരെ സദാ ഭയത്തിൽ നിർത്തുക, നിങ്ങളുടെ പ്രവൃത്തികൾ പ്രവചനാതീതമാക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് മനുഷ്യർക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം മനസ്സിലാക്കാനും പ്രവചിക്കാനും ഒരു വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ പ്രവചനാതീതമാക്കുമ്പോൾ നിങ്ങൾ ആളുകളുടെ മനസ്സിൽ ഒരുതരം ഭയവും ആശങ്കയും ഉണ്ടാക്കുന്നു. ഈ പ്രവചനാതീതമായ സ്വഭാവം മറ്റുള്ളവരെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു മുൻതൂക്കം നൽകുന്നു. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ അടിസ്ഥാന തത്വം ആളുകളുടെ പ്രതീക്ഷകളെ തകർക്കുക എന്നതാണ്. ഭൂരിഭാഗം ആളുകളും ഒരു നിശ്ചിത രീതിയിലും ദിനചര്യയിലും പെരുമാറുന്നു. എന്നാൽ നിങ്ങൾ ഈ രീതികളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരുതരം അസ്വസ്ഥയും കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന തോന്നലും ഉണ്ടാക്കുന്നു. ഇത് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനോ യുക്തിരഹിതമായി പെരുമാറാനോ അല്ല, മറിച്ച് നിങ്ങളുടെ എതിരാളികളെയും സുഹൃത്തുക്കളെയും പോലും ആശയക്കുഴപ്പത്തിലാക്കാൻ നിങ്ങൾ ആസൂത്രിതമായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത്. നിങ്ങളുടെ പ്രവൃത്തികൾ എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് അവർക്ക് നിങ്ങളെ നേരിടാൻ ഒരു തന്ത്രവും മെനയാൻ കഴിയില്ല. ഈ നിയമം ഉപയോഗിക്കാൻ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുക. ആളുകൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ നേരെ വിപരീതം ചെയ്യുക. നിങ്ങൾ ശാന്തനായ ഒരാളാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക. നിങ്ങൾ ഉദാരമനസ്കനാണെങ്കിൽ അപ്രതീക്ഷിതമായി കർക്കശക്കാരനാവുക. അറിഞ്ഞുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുക. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അവ്യക്തത വരുത്തുക. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തരുത്. ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. ഒരു കടങ്കഥ പോലെ പെരുമാറുക. നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ അവസരം നൽകരുത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി എന്ന് തോന്നുമ്പോൾ അവരുടെ ധാരണയെ പൂർണ്ണമായി തകർക്കുന്ന ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ പ്രവൃത്തികൾ പ്രവചനാതീതമാക്കുന്നതിലൂടെ ആളുകൾക്ക് നിങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല. അവർ എപ്പോഴും ജാഗ്രതയോടെയിരിക്കും, നിങ്ങളുടെ അധികാരത്തെ ബഹുമാനിക്കും, നിങ്ങളെ വെല്ലുവിളിക്കാൻ മടിക്കുകയും ചെയ്യും. ഈ അപ്രതീക്ഷിത ഘടകം അധികാരത്തിന്റെ ആയുധശാലയിലെ ഒരു ശക്തമായ ഉപകരണമാണ്. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ചെങ്കിസ് ഖാൻ തന്റെ ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അദ്ദേഹം തന്റെ സൈന്യത്തെ പല ഭാഗങ്ങളായി തിരിക്കുകയും ഓരോ ഭാഗവും വ്യത്യസ്ത ദിശകളിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് ശത്രുക്കൾക്ക് ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ സൈന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഈ പ്രവചനാതീതമായ യുദ്ധതന്ത്രങ്ങൾ അദ്ദേഹത്തിന് വലിയ വിജയങ്ങൾ നേടിക്കൊടുത്തു. സിനിമ. ജോക്കർ. ദി ഡാർക്ക് നൈറ്റ് എന്ന സിനിമയിലെ ജോക്കർ പൂർണ്ണമായും പ്രവചനാതീതനാണ്. അവന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ബാറ്റ്മാന് പോലും അവനെ നേരിടാൻ കഴിയുന്നില്ല. ജോക്കർ ചിലപ്പോൾ ഒരു കെട്ടിടം കത്തിക്കും, ചിലപ്പോൾ ആളുകളെ സഹായിക്കും. ഈ പ്രവചനാതീതമായ സ്വഭാവം ജോക്കറിനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വില്ലനാക്കി മാറ്റുന്നു. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ തന്റെ എതിരാളികളെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കി. അദ്ദേഹം ദൂരെ നിന്ന് ആക്രമിക്കുന്നതിനു പകരം സൈന്യവുമായി അതിവേഗം മുന്നോട്ടു പോവുകയും ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് അവരെ ആക്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വേഗതയും പ്രവചനാതീതമായ നീക്കങ്ങളും ശത്രുക്കൾക്ക് ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ അവസരം നൽകിയില്ല. സിനിമ. ഹാരി പോട്ടർ. ഹോഗ്വാർട്സിലെ ഡംബിൾഡോർ എന്ന പ്രിൻസിപ്പാൾ എപ്പോഴും രഹസ്യങ്ങളും തമാശകളും പറഞ്ഞ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കും. അദ്ദേഹം സംസാരിക്കുന്നത് എപ്പോഴും കടങ്കഥകൾ പോലെയാണ്. ഈ പ്രവചനാതീതമായ സംഭാഷണരീതി കാരണം ഡംബിൾഡോർ പറയുന്നത് ആരും പൂർണ്ണമായി മനസ്സിലാക്കില്ല. അത് അദ്ദേഹത്തിന് ഒരു നിഗൂഢ നൽകുന്നു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ സൈനികരെ ആകർഷിക്കാൻ എല്ലാ സമയത്തും ഒരേ തന്ത്രം ഉപയോഗിച്ചിരുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം നല്ല വാക്കുകൾ പറഞ്ഞ് സൈനികരെ പ്രോത്സാഹിപ്പിക്കും, മറ്റു ചിലപ്പോൾ അദ്ദേഹം ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷ നൽകും. ഈ പ്രവചനാതീതമായ സ്വഭാവം സൈനികരെ എപ്പോഴും ജാഗ്രതയോടെ നിർത്താൻ സഹായിച്ചു. സിനിമ. കില്ലിംഗ് സ്റ്റോൺ. ഈ സിനിമയിലെ നായകന് തന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. അവൻ ഒരു കൂട്ടം ആളുകളുമായി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവരെ വെറുതെ വിടുകയും മറ്റൊരു നിമിഷം അവരെ ആക്രമിക്കുകയും ചെയ്യും. ഈ പ്രവചനാതീതമായ സ്വഭാവം കാരണം ശത്രുക്കൾക്ക് അവനെ നേരിടാൻ ഭയമാണ്. ചരിത്രം. എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞിക്ക് ഒരു പുരുഷനെപ്പോലെ ധീരമായി പെരുമാറാനും ഒരു സ്ത്രീയെപ്പോലെ മൃദുവായി സംസാരിക്കാനും അറിയാമായിരുന്നു. ഈ പ്രവചനാതീതമായ സ്വഭാവം കാരണം യൂറോപ്പിലെ എല്ലാ രാജാക്കന്മാരും അവളെ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവർ അവളെ ദുർബലയാണെന്ന് ഒരിക്കലും കരുതിയില്ല. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കും. ഒരു എതിരാളി ഡോണിനെ ആക്രമിച്ചാൽ ഡോൺ ഉടൻ തന്നെ ഒരു തിരിച്ചടി നൽകില്ല. അദ്ദേഹം കുറച്ചു കാലം കാത്തിരിക്കും, പിന്നീട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ആക്രമിക്കും. ഈ തന്ത്രം കാരണം ആരും ഡോണിനെ നേരിടാൻ ധൈര്യപ്പെട്ടില്ല. ചരിത്രം. ചാണക്യൻ രാജാക്കന്മാരെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു തന്ത്രം മാത്രം ഉപയോഗിച്ചിരുന്നില്ല.
ഒരു ശത്രുവിനെ നേരിടാൻ ഒരുപാട് തന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പ്രവചനാതീതമായ തന്ത്രങ്ങൾ കാരണം അദ്ദേഹത്തിന് ഒരുപാട് വിജയങ്ങൾ നേടാൻ കഴിഞ്ഞു. സിനിമ മണിച്ചിത്രത്താഴ്. ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കുമ്പോൾ ചിലപ്പോൾ വളരെ കർക്കശക്കാരനായും മറ്റു ചിലപ്പോൾ വളരെ സ്നേഹത്തോടെയും പെരുമാറുന്നു. ഗംഗയ്ക്ക് സണ്ണിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ പ്രവചനാതീതമായ സ്വഭാവം ഗംഗയെ ചികിത്സിക്കാൻ സണ്ണിക്ക് വലിയ സഹായം നൽകുന്നു.